അമേരിക്കയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് അനധികൃത കുടിയേറ്റം. ദ വാൾ സ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ട് അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാർ അതിർത്തി കടന്ന് അഭയം തേടുന്നത് വഴി യുഎസിലെ പ്രധാന നഗരങ്ങളിൽ വീടില്ലാത്തവർ കൂടി വരികയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2007 ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. അമേരിക്കയിൽ ഈ വർഷം ജനുവരിയിൽ കുറഞ്ഞത് 5,50,000 ആളെങ്കിലും ഭവനരഹിതരായി ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം അമേരിക്കയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 2024 ജനുവരിയിലെ ഭവനരഹിതരുടെ കണക്ക് 2023 ജനുവരിയേക്കാൾ ഏകദേശം 10% കൂടുതലാണ്. ഇത് 2007 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന കണക്കാണ്. 2023 ഏകദേശം 6,53,000 ഭവനരഹിതരായ ആളുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദ വാൾ സ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ നഗരങ്ങളും ഭവനരഹിതരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ 2024 മുഴുവൻ ചരിത്രത്തിലും ഏറ്റവും കൂടുതൽ ഭവനരഹിതർ രേഖപ്പെടുത്തിയ വർഷമാകാൻ സാധ്യതയുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ന്യൂയോർക്ക് പോലെയുള്ള നഗരങ്ങളിൽ ഭവനരഹിതരായവരുടെ എണ്ണം കൂടുതലാണ്. അവരിൽ പലരും അനധികൃത കുടിയേറ്റക്കാരായതിനാൽ ഇവരുടെ ഡാറ്റ ഇതുവരെ സർക്കാരിന് ലഭ്യമല്ലെന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റം ഭവനരഹിതരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. ജനുവരിയിൽ സംസ്ഥാനത്തെ ഫാമിലി ഷെൽട്ടറുകളിൽ അഭയം പ്രാപിച്ച 7,000-ലധികം കുടുംബങ്ങളിൽ പകുതിയോളം കുടിയേറ്റക്കാരാണെന്ന് മസാച്യുസെറ്റ്സിൽ നിന്നുള്ള റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ഈ സാമ്പത്തിക വർഷം കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ സംസ്ഥാനം $1 ബില്യൺ ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഡെൻവർ, ചിക്കാഗോ തുടങ്ങിയ മറ്റ് നഗരങ്ങളിലെ ഭൂരിപക്ഷം കുടിയേറ്റക്കാർക്കും വീടുകളില്ല എന്നത് വസ്തുതയാണ്. ഏകദേശം 18,000 പേരാണ് ചിക്കാഗോയിൽ വീടില്ലാത്തവരായിട്ടുള്ളത്. നഗരത്തിലെ ഭവനരഹിതരായ ഓരോ 10-ൽ 7 പേരും കുടിയേറ്റക്കാരാണ്. ഡെൻവറിൽ ഭവനരഹിതരായവരുടെ ജനസംഖ്യയിൽ 42% വർധനവിന് കാരണമായിട്ടുണ്ട്. അനധികൃത കുടിയേറ്റത്തിന് പുറമെ ഫെന്റനൈൽ ഉപയോഗം, വർദ്ധിച്ചു വരുന്ന ഭവന വാടക വിലകൾ, COVID-19 പാൻഡമിക് സമയത്ത് നികുതി ക്രെഡിറ്റുകൾ അവസാനിപ്പിച്ചതും നിരവധി കുടുംബങ്ങളെ അവരുടെ വീടുകളിൽ നിന്നും തെരുവിലേക്ക് തള്ളിവിട്ടുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ കണക്കനുസരിച്ച് ഭവനരഹിതരുടെ കണക്കുകൾ വളരെ ചെറുതാണ്. അതിന്റെ പ്രധാന കാരണം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് അതിന്റെ ഔദ്യോഗിക 2024 റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ്. രാജ്യത്തുടനീളമുള്ള 250 ഓർഗനൈസേഷനുകളുടെ സഹായത്തോടെ ശേഖരിച്ച ദ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പുറത്തുള്ള ഇന്ത്യ അടക്കമുള്ള ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അനിയന്ത്രിതമായ വരവ് തങ്ങളുടെ അതിർത്തി വഴി നടക്കുന്ന അനധികൃത കുടിയേറ്റം തടയുന്നതിൽ ബുദ്ധിമുട്ട് കൂട്ടുകയാണെന്നും US പറയുന്നു. അമേരിക്കയ്ക്ക് സ്ഥാപിതമായ ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അവരെ തിരിച്ചയക്കുന്നതിൽ കാലതാമസം ഉണ്ടാവുകയും അമിത ചെലവ് വഹിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2023 സാമ്പത്തിക വർഷം അവസാനിക്കാറായപ്പോൾ അനധികൃത കുടിയേറ്റത്തിന് അറസ്റ്റിലായവരുടെ എണ്ണം 20 ലക്ഷം കവിഞ്ഞെന്നാണ് അമേരിക്കൻ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് 2ാം തവണയാണ് സംഖ്യ ഇത്രയും വലുതാകുന്നത്. 2022 ഇതേ കണക്ക് എത്തിയിരുന്നു. കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളുടെ കണക്കിൽ പരിശോധിച്ചാൽ ഈ സാമ്പത്തിക വർഷം അറസ്റ്റിലായവരുടെ എണ്ണം ഇതാദ്യമായി മെക്സിക്കോ, ഇക്വഡോർ, ഗ്വാട്ടിമല, ഹോണ്ടുറാസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരെക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.